ദേശാഭിമാനി മുഖപ്രസംഗം 2025 ഫെബ്രുവരി 18. കേരളത്തോട് എന്തിനിത്ര ശത്രുത? കേരള ജനതയെ ശത്രുപക്ഷത്ത് നിർത്തുന്ന നിലപാടിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച് തെളിയിക്കുകയാണ് വയനാട് മുണ്ടക്കൈ ദുരന്തബാധിതരെ സഹായിക്കുന്ന കാര്യത്തിൽ. അതിതീവ്ര പ്രകൃതി ദുരന്തമുണ്ടായി 7 മാസത്തോളം ആയിട്ടും സർവവും നഷ്ടപ്പെട്ട ജനതയോട് ഒരിറ്റ് കരുണ കാണിക്കണമെന്ന ചിന്ത പോലും BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനില്ലെന്നത് അത്യന്തം ക്രൂരവും ഫെഡറൽ തത്വങ്ങളുടെ നഗ്നമായ ലംഘനവുമാണ്. ദുരന്തമുണ്ടായ ഉടനെ അടിയന്തര സഹായം നൽകണമെന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യം കേട്ടതായി പോലും ഭാവിച്ചില്ല. പിന്നീട് കേന്ദ്ര മാനദണ്ഡ പ്രകാരം വിശദമായ കണക്ക് PDNA സെപ്റ്റംബറിൽ നൽകി. 2400 കോടിയുടെ സഹായമാണ് ആവശ്യപ്പെട്ടത്. സംസ്ഥാന സർക്കാർ നിരവധി തവണ സമ്മർദ്ദം ചെലുത്തി. കേരള ഹൈക്കോടതിയും പറഞ്ഞു. എന്നിട്ടും നയാ പൈസ സഹായമായി അനുവദിച്ചില്ല. പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യവും നിഷ്കരുണം തള്ളി. ഇതോടൊപ്പം മൂലധന നിക്ഷേപത്തിനായുള്ള ക്യാപെക്സ് ഫണ്ട് അനുവദിക്കണമെന്നും സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ 50 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ട പലിശരഹിത വായ്പയായാണ് ഇത് അനുവദിച്ചത്. ദുരന്തമുണ്ടായി 197 ദിവസം കഴിഞ്ഞപ്പോഴാണ് 529.5 കോടി രൂപ വായ്പയായി അനുവദിച്ച് ഉത്തരവുണ്ടായത്. ഇതിലും കേന്ദ്രത്തിൻ്റെ കേരള വിരോധവും ദുഷ്ടബുദ്ധിയും ഒളിഞ്ഞിരിപ്പുണ്ട്. ടൗൺഷിപ്പിൽ പുനരധിവാസത്തിന് ബഹുനില കെട്ടിടങ്ങളുടെ നിർമ്മാണം, റോഡ് നിർമ്മാണം, പുന്നപ്പുഴ നദിയിൽ 8 കിലോമീറ്റർ ഭാഗത്ത് ഒഴുക്ക് ക്രമീകരിക്കൽ, അഗ്നിശമന നിലയം തുടങ്ങി 16 പദ്ധതിക്കാണ് വായ്പ അനുവദിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 14 ഇറങ്ങിയ ഉത്തരവ് പ്രകാരം മാർച്ച് 31 പദ്ധതികൾ പൂർത്തിയാക്കി വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ ഈ തുക കിട്ടൂ. 45 ദിവസം കൊണ്ട് കെട്ടിടങ്ങളും റോഡുകളും പാലങ്ങളും ഉൾപ്പെടെ പൂർത്തിയാക്കണമെന്ന് പറയുന്നത് തന്നെ യുക്തിരഹിതമാണെന്ന് ആർക്കും അറിയാം. എന്നാൽ കേരളം ഇങ്ങനെ ചെയ്താൽ വായ്പ തുക നൽകാമെന്ന വിചിത്ര നിർദ്ദേശം കേരളത്തെയും ദുരന്തബാധിതരെയും പരിഹസിക്കുന്നതാണ്. മേപ്പാടി പഞ്ചായത്തിലെ 300-ലേറെ മനുഷ്യജീവനും നൂറുകണക്കിന് വീടും വളർത്തുമൃഗങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ജീവനോപാധികളും നഷ്ടപ്പെട്ട ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല. സമ്മർദ്ദത്തിനൊടുവിൽ തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചെങ്കിലും ചില്ലിക്കാശ് സഹായമായി നൽകിയില്ല. ഇതിനുശേഷം കനത്ത മഴയിൽ നാശനഷ്ടമുണ്ടായ പല സംസ്ഥാനങ്ങൾക്കും കോടിക്കണക്കിന് രൂപ കേന്ദ്ര സഹായം നൽകിയപ്പോഴാണ് 300-ലധികം മനുഷ്യരുടെ മരണത്തിനിരയാക്കിയ മുണ്ടക്കൈ ദുരന്തത്തോട് കേന്ദ്രം പുറംതിരിഞ്ഞു നിന്നത്. കൊട്ടിഘോഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് കേന്ദ്രം കനിയുമെന്നാണ്. എന്നാൽ അതൊക്കെ വെറും നാട്യമായിരുന്നെന്ന് ഇപ്പോൾ വ്യക്തമായി. മാത്രമല്ല, കേന്ദ്ര മന്ത്രിമാരുൾപ്പെടെ സഹായം നൽകിയെന്ന പച്ചക്കള്ളം പറയാനും മടിച്ചില്ല. സംസ്ഥാനത്തിനാകെ നിയമപരമായി നൽകേണ്ട ദുരന്ത പ്രതികരണ നിധി മുണ്ടക്കൈ സഹായധനമായാണ് മന്ത്രിമാരും BJP നേതാക്കളും പ്രചരിപ്പിച്ചത്. കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയുടെയും പ്രതികാരത്തിൻ്റെയും തുടർച്ചയാണിത്. കേരളത്തിന് വേണ്ടത് വായ്പയല്ല സഹായമാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകളാണ് ശരി. കേരളവും ഇന്ത്യയിലാണ്, നമ്മൾ ഇന്ത്യക്കാരുമാണ്. നമ്മുടെ കൂടി നികുതിപ്പണം കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത്. സംസ്ഥാനത്ത് ദുരന്തമുണ്ടായാൽ സഹായിക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ ബാധ്യതയാണ്. സഹായം കിട്ടേണ്ടത് നമ്മുടെ അവകാശവുമാണ്. നടപ്പാക്കാൻ കഴിയാത്ത നിബന്ധനയോടെ വായ്പ അനുവദിച്ചത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ അഭിപ്രായമാണ് മലയാളികൾക്കാകെ ഉള്ളത്. കേന്ദ്രത്തിൻ്റെ പ്രതികാര നടപടികൾക്ക് പിന്തുണ നൽകുന്ന പ്രതിപക്ഷ നേതാവിന് പോലും ഇക്കാര്യത്തിൽ കേന്ദ്രത്തോട് യോജിക്കാനായില്ല. കേരളത്തെ പരിഹസിക്കുന്നതും അപമാനിക്കുന്നതുമാണ് കേന്ദ്രത്തിൻ്റെ നിലപാടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളം ഇന്ത്യയിലല്ല എന്ന് വീണ്ടും വീണ്ടും ചോദിപ്പിക്കുകയാണ് കേന്ദ്രം. ശത്രു രാജ്യത്തോടെന്ന പോലെയുള്ള സമീപനം കേന്ദ്രം തിരുത്തണം. അനുവദിച്ച വായ്പ തുക ചെലവഴിക്കാനുള്ള സമയം അനുവദിക്കണം. പുനരധിവാസ പദ്ധതി പൂർത്തിയാക്കാനുള്ള സഹായം നൽകണം. മറിച്ച് കേരളത്തെ അപമാനിക്കുന്ന നയം തുടരാനാണ് ഭാവമെങ്കിൽ അതിനെതിരെ പ്രതിരോധം തീർക്കാൻ കേരള ജനത ഒന്നിച്ച് മുന്നോട്ട് വരണം.